ഹലോ, ഞാനും കിച്ചണും കൂടി ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഞങ്ങൾ പോകുന്നത് ഇന്ന് തിരുവനന്തപുരത്തേക്കാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ വേണ്ടി ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. മറ്റേ ജീപ്പിയുടെ ഭാര്യയുടെ അനിയത്തിയാണ് കേട്ടോ അത്. ഞാൻ അവളെ കുറച്ചിങ്ങനെ നോക്കി നോക്കി നിന്നു. അങ്ങോട്ട് കഴിഞ്ഞ് കിച്ചേട്ടനെ ട്രെയിൻ വരുന്നോന്ന് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾ ക്ഷമ കെട്ട് ഞങ്ങളുടെ വന്ദേ ഭാരത് എത്തി. കാത്തിരിപ്പിനൊടുവിൽ എത്തിയത് കൊണ്ട് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പേടിയും സന്തോഷവും എല്ലാം കൂടി കലർന്നൊരു ഇതിലായത് കേട്ടോ ഞാൻ. അങ്ങനെ ചേട്ടൻ കയറി വന്ന പാട് തന്നെ ഫോണ് കളിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ഓരോന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ചേട്ടൻ ഫോണ് കളി. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫുഡെല്ലാം വന്നിട്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞു എന്നാൽ പൊട്ടിച്ച് നോക്കാതെ. അങ്ങനെ എനിക്കിതൊക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. കാരണം ഇതിലത്തെ ഫുഡ് എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി കട്ട വെയിറ്റിങ്ങിലായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾക്ക് എന്തായിരുന്നുള്ള ഉഴുന്നുവട ഉണ്ടായിരുന്നു, പിന്നെ കേസരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു കൂടെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ മറ്റേ വെള്ളയപ്പവും മുട്ടക്കറിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കിച്ചണിൽ ഉറക്കം തുടങ്ങി. ഉറക്കം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോണ്ട് നമ്മളുടെ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് ഞങ്ങൾ അപ്പം കഴിച്ചില്ല, കുറച്ച് നേരം കഴിഞ്ഞ് ചോറ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ചോറിന് നല്ല ചിക്കൻ കറിയും സാമ്പാറും പിന്നെ എൻ്റെ ഫേവറേറ്റ് തൈരും അങ്ങനെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുക കേട്ടോ. ഞാൻ പണ്ട് എൻ്റെ കുഞ്ഞിലേ ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും റെയിൽവേ സ്റ്റേഷനിലല്ല, അത് കൂടിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയത്തിൽ നോക്കിക്കുക. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. അവിടുന്ന് റൂമൊക്കെ കിച്ചണിൽ എന്തൊക്കെയോ കാടും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് കയറി. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ റൂമിലിങ്ങനെ ചുറ്റിനെല്ലാം ഞാനിങ്ങനെ നോക്കുക കേട്ടോ. എനിക്കെല്ലാം കാണുമ്പോൾ ഭയങ്കര അതിശയം, ഭയങ്കര രസം, ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ ഹണിമൂൺ എന്ന് പറയുന്ന സാധനം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് 2 കുട്ടികളുണ്ടായപ്പോഴാണ് ഈ ഒരു ഭാഗ്യം കിട്ടി കേട്ടോ. ഇപ്പം ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വന്നതാണ്, പക്ഷേ എനിക്കതൊരു ഹണിമൂൺ പോലെയായിരുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ പോയി ഒരുപാട് തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കിച്ചണിന് ബട്ടർ നാനൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹത്താൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോട്ടലിലേക്കായിരുന്നു പോയിട്ടോ. ഞാൻ കയറി ആദ്യം തന്നെ പാനിപ്പൂരി ഓർഡർ ചെയ്ത് പാനിപ്പൂരി അല്ല കേട്ടോ, ദഹിപ്പൂരി ഓർഡർ ചെയ്ത്. എനിക്കതൊക്കെ കിട്ടിയപ്പം വല്ലാത്ത സന്തോഷം. ഗോവയിൽ നിന്ന് വന്നേ പിന്നെ ഞാൻ ഇതൊന്നും കഴിക്കാറേ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കിച്ചേട്ടൻ ഗോബി മഞ്ചൂരിയും ബട്ടർ നാനൊക്കെ കഴിച്ചു. പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പം നമ്മൾ ഒരു കട്ടൻ കുടിക്കാൻ വന്നു കേട്ടോ. ഞാൻ കട്ടനും കിച്ചേട്ടനും ഒരു ചായയും കുടിക്കാൻ വന്ന്. അങ്ങനെ ചായ കുടിച്ച് പോയി. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഇന്ന് ഞങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാട്ടോ. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ കാരണം ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസും നൂൽപുട്ടുമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ കഴിച്ചു നോക്കി. കുഴപ്പമില്ല, ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര മോശമൊന്നും പറയാൻ പറ്റില്ല, ഒരു ഓക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് കോഴിക്കോട്ടുകാർക്ക് എവിടെ പോയാലും അങ്ങനെ വലിയ ഇഷ്ടപ്പെടില്ലല്ലോ. പിന്നെ കിച്ചേട്ടന് പൊറാട്ടയും മുട്ടക്കറിയായിരുന്നു കേട്ടോ. കിച്ചേട്ടന് അത്ര ടേസ്റ്റ് ഇല്ലാതാണ് പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയി. അങ്ങനെ ബസ് കയറി നമ്മൾ അവിടെ എത്തിയിട്ടോ. അവിടെയും കുറച്ച് കൂടുതൽ ടൈം വെയിറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ. നമ്മളെ നമ്പർ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വന്ന് പിന്നെ നമ്മൾ വന്ദേ ഭാരത് തന്നെയായിരുന്നു. ഈവനിങ് സ്നാക്കാണ് കേട്ടോ അത്. അങ്ങനെ സ്നാക്സൊക്കെ കിട്ടി. ഞങ്ങൾ മിക്സറും പിന്നെ എന്തോ കേക്കും പിന്നെ സ്വീറ്റ് പോപ്കോണും ഒക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, തിരിച്ച് വരുമ്പോൾ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. ഈ ഒരു നല്ലൊരു ട്രിപ്പ് തീരാൻ പോവുകയാണല്ലോ എന്നുള്ള വല്ലാത്ത വിഷമത്തിലായിരുന്നു ഞാൻ ചായയും കുടിച്ചു. കിച്ചേട്ടനൊരു കോഫിയും കുടിച്ച് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നാടെത്തിയിട്ട് വേണം. മക്കൾ കൂട്ടാതെ വന്നതുകൊണ്ട് ലാസ്റ്റൊക്കെ ആയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റൊക്കെ നമുക്ക് അത്രയൊന്നും കുഴപ്പം തോന്നിയില്ല. പിന്നെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊരു രസമാണെന്നറിയോ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ വന്ദേ ഭാരതിലൊന്ന് യാത്ര ചെയ്യണം. അതേപോലെ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ യാത്രാ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതേപോലത്തെ യാത്രയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ ചാനൽ കാണാനും മറക്കരുത് കേട്ടോ.
പുഴ 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 പുഴ. ഞാനിത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ പുഴ തീരുന്നേ ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് സമയം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് നിങ്ങളും കുറച്ച് കണ്ട് ആസ്വദിക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് എൻ്റെ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്തിട്ട് ലൈക്കും കമൻറ്റും ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരിക്കൽ വരാം. ഓക്കെ, ബൈ.